സ്വഹാബത്തുമായിട്ട് പള്ളിയിൽ റസൂൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ കുറച്ച് ആൾക്കാരങ്ങോട്ട് നടന്നു വരികയാണ്. കടുത്ത ദാരിദ്ര്യം മൂലം ഒരു ചെറിയ കഷ്ണം തുണിയിൽ ഒരു ചെറിയ തുള ഉണ്ടാക്കിയിട്ട് തലയിലോട്ടിട്ടിട്ട് അവരെ ശരീരഭാഗം മറച്ചവരായിരുന്നു അതിലധികം പേരും. ഇത് കണ്ടപ്പോൾ തങ്ങൾക്ക് ആകെ വിഷമായി. തങ്ങൾക്ക് സഹിക്കാൻ പറ്റാതായപ്പോൾ തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഉടമസ്ഥമായി എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ ഓരോ ഭാര്യമാരുടെ വീട്ടിലും ചെന്ന് കയറി ഇറങ്ങുകയാണ്. എന്നാൽ പ്രവാചകൻ്റെ ഭവനമാകട്ടെ ആകെ ശൂന്യാവസ്ഥയിലും. നിസ്കാര സമയമായപ്പോൾ തങ്ങൾ അത്യധികം വിഷമിച്ചുകൊണ്ട് തിരിച്ച് പള്ളിയിൽ വരികയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഓ സ്വഹാബ, ഈ ആൾക്കാരെ നിങ്ങൾ കാണുന്നില്ലേ? അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ സ്വഹാബത്തെല്ലാം എഴുന്നേറ്റ് നീച്ച് നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. വീട്ടിൽ ചെന്ന ഉടനെ അവർക്ക് കഴിക്കാൻ ആവശ്യമായതും അവർക്ക് ഉടവസ്ത്രമായിട്ടും കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് നേരെ പള്ളിയിൽ വരികയാണ്. അവസാനം പള്ളിയിൽ ആവശ്യവസ്തുക്കളുടെ കൂമ്പാരം ഇങ്ങനെ ഉയർന്നു കണ്ടപ്പോൾ റസൂൽ തൻ്റെ സ്വന്തം സ്വഹാബത്തിനെ ചേർത്തങ്ങോട്ട് പിടിക്കുകയാണ്. നിജിതകാരായ പാവപ്പെട്ട മനുഷ്യർക്ക് തങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം വീതിച്ചു കൊടുത്തു. സന്തോഷത്തോടെ അവർ തിരിച്ചയക്കുകയാണ്. ഒരു മെഴുകുതിരി പോലെ തങ്ങൾ ഒരുങ്ങുകയും എന്നാൽ അവരന് പ്രകാശമായി തീരുകയുമായിരുന്നു റസൂൽ തങ്ങളുടെ ജീവിതം.